മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതത്തിൽ സന്ദർശനത്തിനെത്തിയപ്പോൾ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട രണ്ടുപേരുടെ രക്ഷകനായി അധ്യാപകൻ. പടന്നോട്ട് സ്വദേശികളായ 4 വയസ്സുകാരെയും യുവാവിനെയുമാണ് ദീനുൽ ഇസ്ലാം സഭ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ കെ പി ശ്രീനിത്ത് രക്ഷപ്പെടുത്തിയത്. രാവിലെ പക്ഷികളെ കാണാനെത്തിയ പടന്നോട്ട് ഏച്ചൂർക്കോട്ടം റോഡ് പറമ്പിൽ ഹൌസിൽ സജീർ ജുമൈസത്ത് ദമ്പതികളുടെ മകൾ 4 വയസ്സുകാരി ആയിഷ ആണ് ആദ്യം ഒഴുക്കിൽപ്പെട്ടത്. രക്ഷിക്കാനിറങ്ങിയ ബന്ധു ഫസൽ ഒഴുക്കിൽപ്പെടുകയും ചെയ്തു. കരയിലുണ്ടായിരുന്ന ഉമ്മയുടെയും സഹോദരങ്ങളുടെയും നിലവിളി കേട്ടാണ് ദീനുൽ ഇസ്ലാം സഭ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ കെ പി ശ്രീനിത്ത് ഇവരെ രക്ഷപ്പെടുത്തുന്നതും. അതേക്കുറിച്ച് ശ്രീനിത്ത് പറയുന്നു. വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിലൊക്കെ വെള്ളം നടന്നുപോകുന്ന വഴികളിൽ കൂടി വെള്ളം കടന്നുപോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇന്ന് രാവിലെ തന്നെ മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതത്തിനടുത്ത് നിന്ന് ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയും മുതിർന്ന ഒരാളും വെള്ളത്തിൽ വീണു പോവുകയും വളരെ അത്ഭുതകരമായാണ് അവരെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്. മുണ്ടേരി പക്ഷിസങ്കേതത്തിൽ നിരവധി പക്ഷി നിരീക്ഷകരും സഞ്ചാരികളും എത്തുന്നുണ്ടെങ്കിലും ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ലെന്നും ശ്രീനിത്ത് പറഞ്ഞു. നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല വിഭാഗത്തിൽപ്പെട്ട പക്ഷികൾ ഇവിടെ തീർത്ഥാടകരായി സഞ്ചാരകരായി എത്താറുണ്ട്. പക്ഷേ പക്ഷികളെ കാണാനും പക്ഷികളെ നിരീക്ഷിക്കാനും വേണ്ടി ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കോ മറ്റ് നാട്ടുകാർക്കോ വേണ്ടുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒട്ടും തന്നെ മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതത്തിൽ ഇല്ല. സീൽ ന്യൂസ്, മുണ്ടേരി.